തൃശൂർ ദേശമംഗലത്ത് റോഡിന്റെ ദുരവസ്ഥയെ തുടർന്ന് പൂർണ്ണ ഗർഭിണിയായ യുവതി വീട് മാറുകയാണ്. പൊട്ടിപ്പൊളിഞ്ഞ റോഡിൽ കാൽനട യാത്ര പോലും ദുഷ്കരമായതോടുകൂടിയാണ് ഇങ്ങനെയൊരു തീരുമാനം. 9 മാസം തികഞ്ഞ ഗർഭിണികൾ പേടിച്ച് സ്വന്തം വീട്ടിൽ നിന്നും ഭർത്താവിന്റെ വീട്ടിലേക്ക് സ്ഥലം മാറി പോകുന്നത്. 2 വർഷത്തോളമായി പ്രധാന ദേശമംഗലം ഗ്രാമപഞ്ചായത്ത് തലശ്ശേരി 11-ാം വാർഡ് കരിക്ക റോഡാണ് പൊട്ടിപ്പൊളിഞ്ഞ് യാത്രായോഗ്യമല്ലാതായിരിക്കുന്നത്. തൃശൂർ ജില്ലയിലെ ഷൊർണൂർ തലശ്ശേരി റോഡിന് തൊട്ടടുത്താണ് പനംകുളം കമറുദ്ദീന്റെ വീട്. ദേശമംഗലം പഞ്ചായത്തിലെ 11-ാം വാർഡിലുള്ള കരിക്ക റോഡിലാണ് ഇദ്ദേഹവും കുടുംബവും താമസിക്കുന്നത്. 20ഓളം കുടുംബങ്ങൾ താമസിക്കുന്ന ഇടത്തേക്കുള്ള ഈ പഞ്ചായത്ത് റോഡ് 2 വർഷത്തിലധികമായി തകർന്നു കിടക്കുകയാണ്. നടക്കാൻ പോലും കഴിയാത്ത സ്ഥിതി. കമറുദ്ദീന്റെ മകൾ ഫാരിസ 9 മാസം ഗർഭിണിയാണ്. ഏതു സമയവും ആശുപത്രിയിലേക്ക് പോകേണ്ട സ്ഥിതിയായതോടെ വീട്ടുകാർ ഭയത്തിലാണ്. ആശുപത്രിയിലേക്ക് കൊണ്ടുപോകാൻ പെട്ടെന്നൊരു വാഹനം പോലും വീടിന്റെ പരിസരത്തേക്ക് വാടകയ്ക്ക് വിളിച്ചാൽ വരില്ല. മുതൽ കുറച്ച് ബൈക്കുണ്ട് വരെ കഷ്ടിക്കഴി വരും. അതന്നെ പിന്നെ കാലത്ത് പ്രാവശ്യം മൂലം മുറിഞ്ഞിട്ടാ അതൊന്നും ഇപ്പോൾ ആരോട് ഞങ്ങൾ ഓരോരുത്തരോടും ഓരോ കാര്യങ്ങളും പറയും. പക്ഷെ ആരും അതിന് മൈൻഡ് ചെയ്യണില്ല. ഇതെന്തോ ഞങ്ങളെന്തോ ഒരു വലിയ അലർജി മാറി അവർക്ക്. അത്രയും ബുദ്ധിമുട്ടാണ് ഇവിടുത്തെ കാര്യം. പകലാണെങ്കിൽ എടുത്തിട്ടില്ല, രാത്രിയൊക്കെ എന്താ ചെയ്യുക? അപ്പോൾ ഞങ്ങൾക്ക് വേറെ ആശ്രയമില്ലല്ലോ. ഇതോടെ വീട്ടുകാർ ഒരു തീരുമാനമെടുത്തു. പ്രസവത്തിനായി വീട്ടിലേക്ക് വന്ന മകളെ തിരിച്ച് ഭർത്താവിന്റെ വീട്ടിലേക്ക് തന്നെ അയക്കാൻ. പിറക്കാൻ പോകുന്ന കുഞ്ഞിന്റെയും അമ്മയുടെയും സുരക്ഷ കണക്കിലെടുത്താണ് തീരുമാനം. റോഡിന്റെ അവസ്ഥ വളരെ മോശമാണ്. വണ്ടി വിളിച്ചാലും വരില്ല. ഇനിയിപ്പോൾ അവനാൻ്റെ തന്നെ ഒരു വണ്ടിയാണെങ്കിലും വണ്ടി ഇങ്ങോട്ട് കയറില്ല. ഇനി മോൾക്ക് പെട്ടെന്ന് വല്ല ആസ്പത്രിയിലേക്ക് പോകേണ്ട ആവശ്യം വന്നാൽ നിവൃത്തിയില്ല. അപ്പോൾ അവൾ അങ്ങോട്ട് പോവുകയാണ്. റോഡ് പുനർനിർമ്മിക്കാൻ പദ്ധതി തയ്യാറാക്കിയെങ്കിലും പണമില്ലെന്ന പേരിൽ LDF ഭരണസമിതി ജോലി തുടങ്ങാൻ അനുമതി നൽകിയില്ലെന്നാണ് സ്ഥലത്തെ വാർഡ് മെമ്പർ വ്യക്തമാക്കുന്നത്. ഒരുപാട് റോഡുകളുണ്ട് ഈ വാർഡിൽ. ഇത് മാത്രമല്ല, ഒരുപാട് റോഡുകളുണ്ട്. ആ റോഡുകളൊക്കെ വെച്ചത് ഒരു റോഡിന്റെ എസ്റ്റിമേറ്റ് എടുത്ത് അടുത്ത റോഡായിരുന്നു ഇത്. അത് എസ്റ്റിമേറ്റ് എടുക്കാൻ വന്ന് നോക്കുമ്പോൾ പറഞ്ഞത് ഇപ്പോൾ ഫണ്ടില്ല എന്നാണ് പറഞ്ഞത് അവര്. അസുഖബാധിതരും പ്രായം ചെന്നവരും വിദ്യാർത്ഥികളുമടക്കം നിരവധി പേർ യാത്ര ചെയ്യേണ്ട റോഡാണ് യാത്രായോഗ്യമല്ലാതെ കിടക്കുന്നത്. ഗ്രാമപഞ്ചായത്ത് മുൻകൈയെടുത്ത് എത്രയും പെട്ടെന്ന് റോഡ് നന്നാക്കാനുള്ള നടപടികൾ സ്വീകരിക്കണമെന്നും പ്രദേശവാസികൾ ആവശ്യപ്പെടുന്നു. മാതൃഭൂമി ന്യൂസ്, തൃശൂർ.